എന്ത് വെയിലല്ലേ, ഇതൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിച്ചു പോവും. എടാ നീ ഇപ്പൊ എന്തിനാ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ കൂടുതൽ നീ ഇവിടെ കറുത്തു പോകാനാന്നില്ലേ? അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ലേ. നീയേ ഈ ഈ നിറത്തിന്റെ പേരിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കോമഡി എന്താണ്? അത് കറുപ്പാണെങ്കിലും നല്ല മുഖമാണെന്ന്. നീയോ? ഞാൻ കേട്ടത് കറുപ്പിന് 7 അഴകാണ്. ഈ അത് കോമഡി എന്താ വെച്ചാൽ ഇത് പറഞ്ഞവന്മാര് മൊത്തം വെളുത്തവന്മാരും ഒരു കറുത്തവന്മാരെ വന്നിട്ട് 7 അഴകാണെന്ന് 7 കണ്ടായിട്ടും എല്ലാ ചീത്തപ്പേരും കറുപ്പിനല്ലേ. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മരിച്ച വീട്ടില് കറുത്ത കൊടി, ബ്ലാക്ക് മാർക്ക്, ബ്ലാക്ക് ലിസ്റ്റ്, ബ്ലാക്ക് മണി, ബ്ലാക്ക് മണി, എല്ലാ ദുരന്തം കറുപ്പിന്. അതെ. അത് മാത്രമല്ല ഈ അവസരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ചെസ്സില് ഫസ്റ്റ് മൂവ് എപ്പോഴും വൈറ്റിനാ, ക്യാരംസിലാണെങ്കിൽ ഫസ്റ്റ് ടേൺ എപ്പോഴും വൈറ്റിനാ. അപ്പോഴും ബ്ലാക്കിന് ഒരു വിലയില്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് മാത്രം ഡാൻസിനൊക്കെ പ്രത്യേക മേക്കപ്പ് മാന, പുട്ടിയിട്ടങ്ങ് വെളുപ്പിക്കും. എത്ര ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിലും പിന്നിലേ കൊണ്ട് നിർത്തുള്ളൂ. അത് പണ്ട് മാത്രല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എന്റെ കാര്യം അങ്ങനത്തെ ഈ നാടകത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ മെയിൻ വില്ലൻ. രാമായണത്തിലെ രാവണൻ, കൃഷ്ണഗാഥയിലെ കംസൻ, ഈരപ്പൻ കുട്ടികളെ തട്ടി കൊണ്ടുവന്ന ഭീകരെ എന്തിനു മുല വെച്ച് കെട്ടിയിട്ട് പൂതനവരാക്കിയിട്ടുണ്ട്. വില്ലന്മാരെപ്പോഴും കറുത്തിട്ടായിരിക്കണം. പക്ഷെ ഇതിലൊക്കെ അഭിനയിച്ച കൃഷ്ണനാ കോമഡി. കൃഷ്ണൻ വെളുത്തിട്ടായിരിക്കും. എനിക്ക് അതാ മനസ്സിലാകാത്ത ലോജിക്ക്. അല്ല, ഈ കൃഷ്ണ ശരിക്കും കറുത്തിട്ടല്ലേ? കൃഷ്ണൻ ആ കാർമുകിൽ വർണ്ണൻ പറയുമ്പോ കറുപ്പാ. കോംപ്രമൈസ് ചെയ്ത് നീല കളറാക്കിയതായിരിക്കും അല്ലേ? ഈ ദൈവങ്ങൾക്ക് പോലും നമ്മളെ വേണ്ടടാ. അതുകൊണ്ടേ നമുക്കൊരു വട്ടക്കാപ്പി കുടിച്ചിട്ട് ഈ വിഷമം കൂടി തീർത്താലോ? പിന്നെന്താ, കട്ടൻ കുടിക്കാം. കറുപ്പിനഴക് വെളുപ്പിനഴക്